ഇതിനായിട്ടൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇങ്ങനത്തെ കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ടേസ്റ്റ്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത്, ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, അതും ഇതുപോലെ തന്നെ എണ്ണയിൽ മൂപ്പിക്കണം. സവാളയുടെ കളർ മാറാൻ പാടില്ല, ഒരു ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സവാളയ്ക്ക് ഒരു ബ്രൗൺ നിറമാകുകയെന്നുണ്ടെങ്കിൽ കറിയുടെ കളറും മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമുക്കൊരു വൈറ്റ് കളറിലെ കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. എരിവിനാവശ്യമുള്ള പച്ചമുളക് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇട്ടേച്ചാൽ മതി. ഞാനിതിൻ്റെ അകത്തേക്ക് 3 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ സവാളയുടെ നിറമൊക്കെ മാറി ഒരു വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് ആയി. ഇനി ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത് ഞാൻ പുഴുങ്ങിയിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് തൊലിയോട് കൂടിയാട്ടോ പുഴുങ്ങിയത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറരുതേ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. 1/2 മുറി തേങ്ങയുടെ പാലാണ്, ഏകദേശം 1.25 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങ ചിരകിയപ്പോൾ. അതിനെ ഞാൻ പാലാക്കിയെടുത്താണ്. ഇത് 2ാം പാലാണ്, അതായത് കട്ടിയില്ലാത്ത പാല്. ഇതൊരു 2 കപ്പോളം ഉണ്ട്. ഇതൊന്ന് തിളയ്ക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർക്കാതെയാണ് പുഴുങ്ങിയെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2ാം പാലാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് 1ാം പാൽ ചേർക്കും കേട്ടോ. അപ്പോൾ 1ാം പാൽ ചേർക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം ഇങ്ങനെ തിളക്കട്ടെ. ഈ നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചമുളക് സവാളയൊക്കെ ഒന്ന് ഇതിൽ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേകുകയും വേണം. അതുപോലെ ഉരുളക്കിഴങ്ങയിലൊന്ന് പിടിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് പച്ചമുളക് മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഇത് അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തു കണ്ടോ. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങിലും നന്നായിട്ട് പിടിക്കുകയും ചെയ്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് 1ാം പാലാട്ടോ. അത് ഒരു 1/2 കപ്പുണ്ട്, അതിലേക്ക് ചേർക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എറണാകുളത്തൊക്കെ ഇങ്ങനത്തെ കറി സദ്യക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇത്രയും ഗ്രേവി ഉണ്ടാവത്തില്ല, കുറച്ചും കൂടെ ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ഞാൻ അപ്പത്തിന് വേണ്ടി കറിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടിയും ഇടിയപ്പത്തിൻ്റെ കൂടിയും പിന്നെ ഉപ്പുമാവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയായിട്ടോ. ഇത് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ രാവിലെയൊക്കെ മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.